ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേയധികം മോൺസ്റ്റർ ഫിഷസ് ഉണ്ട്. ഇതിനെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചെറിയ ടാങ്കുകളിലാണ് ഇട്ടേക്കുന്നത്. ഈ മോൺസ്റ്റർ ഫിഷസിനെ എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഈ ഒരൊറ്റ വലിയൊരു ടാങ്കിലേക്ക് മാറ്റുന്നതിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ വലിയ ടാങ്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളീ കാണുന്നത് പോലെ ടാങ്കിൽ ഞങ്ങളെപ്പോഴും ഗ്രില്ലിട്ടേക്കും. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള മറ്റ് വേസ്റ്റുകളോ ഇലകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴാറില്ല. സൂര്യപ്രകാശം ഡയറക്റ്റ് ടാങ്കിലിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പായലാണ് ഈ ടാങ്കിൽ കാണുന്നത്. ഇതിൽ കുറച്ച് പുലിവാക കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മോൺസ്റ്റർ ഫിഷസിനെ ഇടുന്നതിന് മുമ്പ് ഈ പുലിവാക കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു മാറ്റുന്ന ജോലിയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മളിത് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഈ ടാങ്കിലെ മുഴുവൻ വെള്ളവും അടിച്ച് കളഞ്ഞിട്ട് ഇത് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം പച്ച പായൽ പിടിച്ച് കിടക്കുകയല്ലേ, അപ്പോൾ ഇത് മൊത്തം വൃത്തിയാക്കി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടേ. നമുക്കിപ്പോൾ വേനലൊക്കെ അല്ലേ, അപ്പോൾ മഴ കുറവാണ്, അപ്പോൾ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം മുഴുവനായിട്ട് മാറ്റുവാനായിട്ട് കഴിയില്ല. അങ്ങനെ അരിച്ചരിച്ച് ഒടുവിൽ നമുക്ക് പുലിവാകയുടെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിതിൽ ഇട്ടതിനേക്കാളും അല്പം കൂടി നിറം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് യവനെയാണ് ആദ്യം വലിയ ടാങ്കിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. ഇതാണ് അലിഗേറ്റർ. യവൻ ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ. ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കിടക്കുന്ന ടാങ്കിലേക്ക് ആരെങ്കിലും കൈയെല്ലാം ഇടുകയാണെങ്കിൽ അവൻ ബൈറ്റ് ചെയ്യാൻ നോക്കും. അതാണ് അവൻ ഡേഞ്ചർ എന്ന് പറഞ്ഞത്. ഇവനെ പിടിച്ച് ഇടുന്നതിന് മുമ്പ്, വലിയ ടാങ്കിലേക്ക് ആക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള പുലിവാക കുഞ്ഞുങ്ങളെ കൂടി നമുക്ക് ചെറിയ ടാങ്കിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവയെ എല്ലാം ഫുഡാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇവന്മാരെ എല്ലാം ഇതിൽ നിന്ന് മാറ്റണം. ഈ ടാങ്ക് ഷിഫ്റ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ അലിഗേറ്ററിനെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം. കൈകൊണ്ട് പിടിക്കുവാൻ നമുക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പിടിക്കുന്നതിനായിട്ട് പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്കൊരു മീൻ പട്ടി സംഘടിപ്പിച്ചു അതിനകത്താക്കി അലിഗേറ്ററിനെ. ഇതിനെ എങ്ങനെ പിടിക്കണമെന്ന് നമുക്ക് ഒരു ധാരണയില്ലായിരുന്നു. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് ഇതിനെ പിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും തന്നെ നമുക്കൊരു പെട്ടിക്കകത്താക്കി ഇനി ഇതിനെ ചാടാത്ത രീതിയിൽ നമുക്ക് വലിയ ടാങ്കിലേക്ക് കൊണ്ടുപോകണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞു. ഈ അലിഗേറ്ററിനെ ഇനി നമുക്ക് വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ് അടുത്ത ദൗത്യം. അപ്പോൾ ചാക്കിട്ട് മൂടി, ചാടാത്ത രീതിയിൽ നമ്മൾ ചാക്കിട്ട് മൂടിയിട്ടുണ്ട്. അതിനെ ഇനി വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ്. നല്ല മനക്കട്ടിയും ധൈര്യമൊക്കെ ഉള്ളവർക്ക് അവനെ പിടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ തുണിയിട്ടൊക്കെ മൂടിയിട്ടൊക്കെ അതിനെ പിടിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവനെ കാണുമ്പോൾ നമുക്കൊന്ന് ചെറിയൊരു പേടിയാവും. കാരണം അവൻ്റെ ഫേസൊക്കെ അത്തരത്തിലാണ്. പിന്നെ അവന് പല്ലുണ്ട്. അപ്പോൾ എന്തായാലും അത് ബൈറ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പേടിച്ച് നമ്മൾ അതിനെ തൊടാൻ ധൈര്യം കാണിക്കത്തില്ല. എന്തായാലും ഇവനെ നമ്മൾ വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ്. നമ്മൾ മുഴുവൻ വെള്ളവും ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ പായലിൻ്റെ ആ കളർ അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അലിഗേറ്റർ അടിയിൽ പോയപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു നിഴൽ പോലെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ അടുത്ത ദൗത്യം പുലിവാകയാണ്. നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ പുലിവാകയും ആ രീതിയിൽ തന്നെ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇവനും പെട്ടെന്ന് തന്നെ നമ്മുടെ പെട്ടിയിലേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് ഇവനെ വലിയ ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവനും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മുടെ ഈ മീൻപെട്ടിയുടെ ഏകദേശം അത്രയും നീളം ഇവനും ഉണ്ട്. നല്ല വലിപ്പത്തിലാണുള്ളത്. ഇനി അത്യാവശ്യം വലിപ്പത്തിലുള്ള 1-2 ക്യാറ്റ് ഫിഷിനെയും കൂടി ഇതിലോട്ട് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് പിരാന, ഓസ്കാർ അങ്ങനെ 1-2 മീനുകൾ കൂടി നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഓക്സിജൻ നമുക്ക് വെളിയിലായാലും ഫിൽട്രേഷൻ കൊടുക്കണം. ഫിൽട്രേഷൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയ ഉടനെ തന്നെ അതിനെ കൂടി ഈ ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ മീനും ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരുമിച്ചാക്കുന്നതിന് മുമ്പ് ഒരു പേടിയുണ്ടായിരുന്നു. ഇനി ഇത് പരസ്പരം എല്ലാവരും അടിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം എല്ലാവരും ഒരേ വലിപ്പത്തിലുള്ളവരായതുകൊണ്ട് പരസ്പരം അടിക്കാതെ കിടക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, പുലിവാകയും അലിഗേറ്ററും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ വേറെ കിടന്നപ്പോഴത്തേക്കും ഇതിനെ ഫീഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓരോ ടാങ്കിലും. അപ്പോൾ ഇനി ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ച് ഫീഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഐഡിയ കൂടിയാണ് നമ്മൾ ഒറ്റ ടാങ്കിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ആക്റ്റീവാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.